everyone, welcome to the crash course for CBSE term 1 for the class 10. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് pair of linear equations in two variables എന്നുള്ള ചാപ്റ്ററിലെ കേസ് സ്റ്റഡിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ കേസ് സ്റ്റഡിയാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇതിന്റെ സിലബസ് ഒന്ന് നോക്കാം. pair of linear equation in two variable നമുക്ക് പഠിക്കാനുള്ളത് അതായത് കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസി അതുപോലെ തന്നെ algebraic condition for number of solutions and നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷനും ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് അതുപോലെ തന്നെ ഇക്വേഷൻ റെഡ്യൂസബിൾ ടു ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ പ്രോബ്ലംസ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. If the line intersect at a point, then that point gives the unique solution of the two equation. In this case, the pair of equation is consistent. അതായത് ഇപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കാണാം. ഒരു സ്ട്രെയിറ്റ് ലൈൻസ് എങ്ങനെയാണ് 2x equal to 3y and other straight line is x plus y equal to 10 അല്ലെ. അപ്പൊ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 6,4 എന്നുള്ള ഈ പോയിന്റ് ആണ്. ഓക്കെ, 6,4 എന്നുള്ള ഈ പോയിന്റിലാണ് അവർ ഇന്റർസെക്ട് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസ് ആണെങ്കിൽ അതിന് യുണീക് സൊല്യൂഷൻ ഉണ്ടാവും. യുണീക് സൊല്യൂഷൻ. അപ്പൊ ഈ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിന് ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള പെയർ ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, കൺസിസ്റ്റന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. if the lines coincide, then there are infinitely many solutions, each point on the line being a solution. In this case, the pair of equations is dependent അല്ലെങ്കിൽ consistent. Okay, so ഇപ്പോൾ ഇവിടെ കൊടുത്ത എക്സാമ്പിളിൽ നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കാണാം. ഒന്നാമത്തെ x plus y equal to 5 എന്നതും അതേപോലെ തന്നെ 2x plus 2y equal to 10 എന്നതും. അപ്പൊ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും ഇങ്ങനെ കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ലൈൻസിലുള്ള എല്ലാ പോയിന്റ്സും ഇതിന്റെ സൊല്യൂഷൻ ആണ്, ഈ പെയർ ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ ആണ്. സോ അതിന് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻസിന് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് and this pair of equations are consistent. Okay, now next one, ഇവിടെ if the lines are parallel lines, ഇപ്പൊ നമുക്ക് ഇവിടെ 2x plus 4y minus 12 equal to 0 എന്നുള്ള ഒരു ലൈൻ ഉണ്ട്. അതേപോലെ തന്നെ x plus 2y minus 4 equal to 0. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ രണ്ട് ലൈൻസ് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. 2x plus 4y minus 12 equal to 0 and the other one is x plus 2y minus 4 equal to 0. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് പെയർ ഓഫ് ഇക്വേഷൻസ്. ഇത് രണ്ടും പാരലൽ ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ they never intersect. അപ്പൊ അതിനൊരു കോമൺ സൊല്യൂഷൻ ഇല്ല. So this has no solution. Okay, parallel ലൈൻസിന് നോ സൊല്യൂഷൻ ആണ്. അപ്പൊ in this case the pair of equationsനെ നമ്മൾ എന്താ പറയാ, inconsistent എന്നാണ് പറയാ. ഓക്കെ, ക്ലിയർ? See here, നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, a1x plus b1y plus c1 equal to 0 and a2x plus b2y plus c2 equal to 0. So ഈ pair of equation ഒന്നില്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആവാം അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആവാം. അപ്പൊ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ it has a solution. It has solution. Inconsistent എന്ന് പറഞ്ഞാൽ it has no solution. So consistent system of equation has solution. Inconsistent system of equation has no solution. So inconsistent system of equation ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? a1 by a2 equals b1 by b2 is not equal to c1 by c2 ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പാരലൽ ലൈൻസ് ആകുമ്പോൾ a1 by a2 equal to b1 by b2 ആയിരിക്കും. പക്ഷെ അത് c1 by c2 നോട് ഈക്വൽ ആയിരിക്കില്ല. ക്ലിയർ? ഇനി കൺസിസ്റ്റന്റ് സിസ്റ്റം ആണെങ്കിൽ കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് യുണീക് സൊല്യൂഷൻ ആവാം അല്ലെങ്കിൽ ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ആവാം. ഓക്കെ, യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ a1 by a2 is not equal to b1 by b2. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ആൻഡ് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ a1 by a2 equals b1 by b2 equals c1 by c2 ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് കോയിൻസിഡന്റ് ലൈൻസ്. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് ആദ്യത്തെ കേസ് സ്റ്റഡി നോക്കാം. സോ കേസ് സ്റ്റഡി 1. A test consists of true or false questions. 1 mark is awarded for every correct answer, while 1/4 mark is deducted for every wrong answer. A student knew answers to some of the questions. Rest of the questions he attempted by guessing. He answered 120 questions and got 90 marks. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ കറക്റ്റ് ആൻസറിന് നമുക്ക് 1 മാർക്ക് കിട്ടും, റോങ് ആൻസറിന് നമുക്ക് 1/4 മാർക്ക് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ ഒരു കുട്ടി ആ കുട്ടിക്ക് അറിയുന്ന ആൻസേഴ്സ് ഒക്കെ എഴുതി, അറിയാത്തതൊക്കെ ആ കുട്ടി ഗസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവസാനം മൊത്തം ആ കുട്ടി എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു? 120 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു ആൻഡ് 90 മാർക്സ് ആണ് ആ കുട്ടിക്ക് കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇഫ് answer to all questions he attempted by guessing were wrong, then how many questions did he answer correctly? Okay, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഉണ്ട്, റോങ് ആൻസർ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ, സി നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ, നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ എക്സ് ആണ് നമുക്ക് വിചാരിക്കാം. ഓക്കെ, സോ നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി അതേപോലെ തന്നെ നമ്പർ ഓഫ് റോങ് ആൻസർ നമുക്ക് എന്തെടുക്കാം? വൈ എന്നെടുക്കാം. ഓക്കെ, സോ എക്സ് പ്ലസ് വൈ, അതായത് കറക്റ്റ് ആൻസർ പ്ലസ് റോങ് ആൻസർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ കുട്ടി ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും അല്ലെ. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 120 ആണ്. ഓക്കെ, ഇനി എക്സ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ടുള്ളതാണ് എക്സ് അല്ലെ. നമ്പർ ഓഫ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ്, അതായത് നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ ആണ് എക്സ്. അപ്പൊ എക്സ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയാൽ ആ കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടുക? എക്സ് മാർക്ക് കിട്ടും. ഇനി വൈ ക്വസ്റ്റ്യൻസ് റോങ് ആക്കിയാലോ ആ കുട്ടിയുടെ മാർക്കിൽ നിന്ന്, ആ കുട്ടി കിട്ടിയ മാർക്കിൽ നിന്ന് നമ്മൾ y/4 മൈനസ് ചെയ്യണം അല്ലെ. സോ മൈനസ് y/4. അപ്പൊ എക്സ് മൈനസ് y/4 ചെയ്താൽ ആ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ മാർക്സ് ആയി. അപ്പൊ എത്രയാണ് ടോട്ടൽ മാർക്സ്? 90. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും അല്ലെ. സി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 120 ആണ്. സോ എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 120 മൈനസ് വൈ എന്ന് എഴുതാം. സോ ഞാൻ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ എക്സിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 120 മൈനസ് വൈ മൈനസ് y/4 ഈക്വൽസ് 90 എന്ന് എനിക്ക് കിട്ടി അല്ലേ. സി, സോ ഇതിൽ നിന്ന് എനിക്ക് y കണ്ടുപിടിക്കുക അല്ലെ. ഇതിൽ എങ്ങനെ y കണ്ടുപിടിക്കുക? 120 മൈനസ് 90 ഈക്വൽ ടു 5/4y. ഓക്കെ, സോ 120 മൈനസ് 90 എന്ന് പറയുന്നത് 30 ആണ്. 30 ഈക്വൽ ടു 5/4y. സോ 6 into 5 30 ആണ്. അപ്പോൾ ഇവിടെ 6. സോ 6 into 4 24. സോ 6 into 4 ഈക്വൽ ടു y. സോ y ഈക്വൽ ടു 24 എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ y എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് ആണ്. സോ എക്സ് എത്രയായിരിക്കും? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 120 മൈനസ് y ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും അല്ലെ. സോ 120 മൈനസ് 24 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 96. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ 96. ഓക്കെ, സോ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി 96. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസറും നമുക്ക് കിട്ടി. ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഡിഡ് ഹി ഗെസ്? ഗെസ് ചെയ്തതൊക്കെ ആ കുട്ടി തെറ്റി അല്ലെ. ഗെസ് ചെയ്തതൊക്കെ തെറ്റി. സോ ആ കുട്ടിക്ക് 24 ആൻസേഴ്സ് ആ കുട്ടി ഗെസ് ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻസ് ഹി അറ്റംപ്റ്റഡ് ബൈ ഗെസിംഗ് വർ റോങ് and answered 80 correctly, then how many marks he got? അപ്പോൾ ഈ കുട്ടി ഇപ്പൊ കറക്റ്റ് ആക്കിയത് 80 ആണ് കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ 80 ആണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 80 ആണ് ഈ ക്വസ്റ്റ്യനിൽ. സി
നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 80 ആണ്. ഹൗ മെനി മാർക്സ്? 8 കറക്റ്റ് ആക്കിയാൽ ആ കുട്ടിക്ക് എത്ര മാർക്സ് ആണ് കിട്ടുക? അപ്പൊ നോക്കാം. സോ ഇപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയണത് 120 ആണ് അല്ലെ. എക്സ് പ്ലസ് വൈ എന്ന് പറയണത് 120 ആണ്. അപ്പൊ എക്സ് 80 ആണെങ്കിൽ വൈ എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലെ. റോങ് ആൻസർ, നമ്പർ ഓഫ് റോങ് ആൻസർ 40 ആയിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക്, എക്സ് കറക്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് 80 തന്നെയാണ്. 80 കറക്റ്റ് ആക്കിയാൽ 80 മാർക്ക് കിട്ടും. അപ്പൊ ഇവിടെ എത്ര തെറ്റിച്ചു? 40 എണ്ണം തെറ്റിച്ചു. സോ മൈനസ് 40/4 അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 10 അല്ലെ. അതായത് 80 മൈനസ് 10 ആണ്. സോ ദാറ്റ് ഈസ് 70. അപ്പൊ ആ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 70 ആണ്. See, so if answer to all the questions he attempted by guessing were wrong and answered 80 correctly, then how many marks he got? So ഇതിന്റെ ആൻസർ 70 ആണ്. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If answer to all questions he attempted by guessing were wrong, then how many questions answered correctly to score 95 marks? How many questions answered correctly to get 95 marks? See, അപ്പോൾ ഇവിടെ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 95 ആണ്. അതായത് എക്സ് മൈനസ് y/4 എന്ന് പറയുന്നത് 95 ആണ് അല്ലെ. ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എപ്പോഴും 120 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ പകരം 120 മൈനസ് വൈ എന്ന് എഴുതാം. നമുക്കിവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ഞാൻ എക്സിന്റെ പകരം 120 മൈനസ് വൈ എന്ന് എഴുതുന്നുണ്ട്. 120 മൈനസ് y/4 ഈക്വൽ ടു 95. സോ 120 മൈനസ് 95 ഈക്വൽ ടു 5/4y അല്ലെ. അപ്പൊ 120 മൈനസ് 95 എത്രയാണ്? 25 അല്ലെ. സോ 25 ഈക്വൽ ടു 5/4y. അപ്പൊ 5. സോ 5 × 4 20. ഇപ്പോൾ y എന്ന് പറയുന്നത് നമുക്ക് 20 എന്ന് കിട്ടി. അപ്പോൾ y 20. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണ്. അപ്പൊ x എന്ന് പറയുന്നത് എന്താ? 120 മൈനസ് 20. ദാറ്റ് ഈസ് 120 മൈനസ് 20. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100. സോ x എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ആ കുട്ടി 100 ആൻസേഴ്സ് കറക്റ്റ് ചെയ്യണം. 100 ആൻസേഴ്സ് ആ കുട്ടിക്ക് അറിയണം അല്ലെ. 100 ആൻസേഴ്സ് കറക്റ്റ് ചെയ്യാൻ 20 ആൻസേഴ്സ് തെറ്റുകയും ചെയ്താൽ ആ കുട്ടിയുടെ മാർക്ക് എത്രയായിരിക്കും? 95 ആയിരിക്കും. ഓക്കെ. സോ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 100. ക്ലിയർ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കേസ് സ്റ്റഡി ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.